ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യ തിരിച്ചയച്ചു തുടങ്ങി. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ബംഗ്ലാദേശികളെ തിരിച്ചയക്കുന്ന പരിപാടി ഇന്ത്യ ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം 300 പേരെയാണ് ബംഗ്ലാദേശിലേക്ക് കടത്തിയത്. ഇവർ 200 പേർ സ്ത്രീകളും കുട്ടികളുമാണെന്ന് അധികൃതർ പറഞ്ഞു. 2024 295 പേരെയായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചത്. ഏപ്രിൽ 26 ഗുജറാത്തിൽ 1000ഓളം ബംഗ്ലാദേശികളെ ഗുജറാത്ത് സർക്കാർ പിടികൂടിയിരുന്നു. ഇവരെയും ഉടൻ തന്നെ തിരിച്ചയക്കും. രാജസ്ഥാനിൽ 1000-ലധികം പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവരെ പ്രത്യേക കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇവരെയും ഉടൻ തന്നെ തിരിച്ചയക്കും. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് BGB എന്ന ബംഗ്ലാദേശി ഫോഴ്സിനാണ് ഇന്ത്യ കൈമാറുന്നത്. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശി പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ ബംഗ്ലാദേശ് നേരിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അവർ ബംഗ്ലാദേശി പൗരന്മാരാണെന്നും നമ്മളവരെ തിരിച്ചയക്കുക തന്നെ ചെയ്യുമെന്നും ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. നേരത്തെ വിദേശ പൗരന്മാരെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ ഇന്ത്യ നേരിട്ട് അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു.